മനോഹരമായ ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യാശിക്കുന്നതും ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും മനുഷ്യകുലം മുഴുവനും, അവൻ ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അക്രൈസ്തവനായിക്കോട്ടെ, വിശ്വാസിയായിക്കോട്ടെ, അവിശ്വാസിയായിക്കോട്ടെ, മനുഷ്യരുടെ എല്ലാം ഹൃദയത്തിൽ ആരാധനയുമായി ബന്ധപ്പെട്ട് ഒരേ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. അവൻ്റെ കൈകളുടെ പ്രവൃത്തി, അവൻ ആഗ്രഹിക്കുന്നത്, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കണം. അവൻ അനേകം പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുണ്ട്. പലപ്പോഴും അവൻ്റെ ആഗ്രഹം സാധിക്കാത്തതിൽ അവൻ കുണ്ഠിതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദുഃഖത്തോടെ കണ്ണുനീരൊഴുക്കുന്നവനും ദൈവത്തോട് പരാതിപ്പെടുന്നവനുമാണ്. എന്നാലും മനുഷ്യനെ ദൈവം സ്നേഹിക്കുമ്പോൾ അവൻ്റെ കുറവുകളും താഴ്ചകളും വീഴ്ചകളും ഒക്കെ ക്ഷമിച്ചും കൊണ്ട് വീണ്ടും മനുഷ്യൻ്റെ അടുത്തേക്ക് ദൈവം വരുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാം വാക്യത്തിൽ അത് ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ആകയാൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് ഈ നിയമത്തിലെ വ്യവസ്ഥകൾ നിങ്ങൾ പാലിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം കുറച്ച് പ്രമാണങ്ങൾ മനുഷ്യന്റെ മുൻപിൽ വെച്ചു. ദൈവത്തിനറിയാം മനുഷ്യന്റെ ഏക ആഗ്രഹം അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കണമെന്നുള്ളതായ ഒരു ആഗ്രഹം മാത്രമേ മനുഷ്യനുള്ളൂ. ദൈവവും മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യന്റെ ആഗ്രഹം അവൻ ചെയ്യുന്നതും ചോദിക്കുന്നതും അവന് സാധിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അപ്പനും മക്കളും എന്നുള്ള ഒരു ബന്ധത്തിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുവന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ ദൈവത്തെ ദൈവമെന്ന് വിളിക്കുവാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലമാണ്. പല പേര് ഉപനാമങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ എലോഹീം എന്നും അഡോനായ് എന്നും അൽ എന്നൊക്കെ ഓരോരോ ഭാഷകൾ ദൈവത്തിന് കൊടുത്തും കൊണ്ട്, ഓരോ വേർഡുകൾ അല്ലെങ്കിൽ വാക്കുകൾ കൊടുത്തും കൊണ്ട് ദൈവത്തെ അങ്ങ് ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്നതായ ഒരു കൂട്ടം മനുഷ്യരെ കർത്താവ് പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അപ്പനും മക്കളും എന്ന പോലെയുള്ളതായ ഒരു ബന്ധത്തിൽ അവരെ നിർത്തി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതൊരു പുതിയ അനുഭവമാണ്. അവർ നേരത്തെ അങ്ങനെ ഒരു ബന്ധത്തിൽ ദൈവത്തെ കണ്ടിരുന്നില്ല. ഇപ്പോഴിതാ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം നമ്മുടെ ദൈവത്തെ പിതാവെന്ന് നാം വിളിക്കുവാൻ യോഗ്യതയുള്ള ദൈവമക്കളായി ദൈവം നമ്മെ തീർത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ മനുഷ്യനിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കണം. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ആഗ്രഹമല്ലേ? ആണോ? തീർച്ചയായിട്ടും. മോശയോട് ദൈവം സംസാരിച്ചതുപോലെ, ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നത് പോലെ ദൈവം ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും നിലവിളിയും ആഗ്രഹവും ഒക്കെ കേട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വരവുമായി സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് ചിന്തിക്കുക. നാം ചെയ്യുന്നതൊക്കെ, ആഗ്രഹിക്കുന്നതൊക്കെ, നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രതീക്ഷകളും ഒക്കെ സഫലമായി തീരുവാനുള്ളതായ ഒരു വരം നമുക്ക് തരുന്നു എന്ന് ചിന്തിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ലോകം മുഴുവനും നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി നമ്മൾ എഴുതി വയ്ക്കും. സ്വർഗത്തിൽ പോകുവാനുള്ളതായ ഒരു വരം അല്ലെങ്കിൽ ഒരു എൻട്രി പാസ് നമുക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും? ആ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ളവരുടെ ഒരു ലിസ്റ്റ് സഹിതം നമ്മളോട് എഴുതുവാൻ നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഭക്തൻ ഒരിക്കൽ പ്രസംഗിക്കുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും മാത്രം പേരെഴുതി ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാം പേര് വലിച്ചു കീറി ദൂരെ കളയും. കാരണം മനുഷ്യൻ സ്വാർത്ഥത നിറഞ്ഞവരാണ്. അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രം ചിന്തിക്കുന്നവർ. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ലോകത്തിൽ കർത്താവ് കണ്ടത്. എന്നാൽ മനുഷ്യനെ സ്വാർത്ഥതയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവവും മനുഷ്യനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുക. എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രവൃത്തികളൊക്കെയും, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളൊക്കെയും സാധിക്കേണ്ടതിന് ഈ വചനങ്ങളെ നിങ്ങൾ പ്രമാണിച്ച് നടക്കുകയും. ദൈവം ആ വരവുമായി ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. മോശ മുഖാന്തരം ദൈവം സംസാരിക്കുകയാണ്. നമുക്ക് തുടർന്നും വായിക്കാം. അതേ അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഈ നിയമവും ഉടമ്പടിയും ചെയ്യുന്നത് നിങ്ങളോട് മാത്രമല്ല. അതൊരു വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനത്തിന് തീരെ ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. മോശ പറയുകയാണ്, ദൈവത്തിന്റെ വചനം മോശയിൽ കൂടെ അവരെ കേൾപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഉടമ്പടിയും നിയമവും ചെയ്യുന്നത്
നിങ്ങളോട് മാത്രമല്ല. പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ ഒരു ചിന്ത, പിന്നെ ആരോടാണ്? അവരെയാണല്ലോ ഭൂമിയിലുള്ള സകല ജാതികളിൽ നിന്നും തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് വേണ്ടി അവരെ ദൈവം ശേഖരിച്ചുവെന്നും തോളിലേറ്റ് നടന്നുവെന്നും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തുവെന്നൊക്കെ വചനത്തിൽ കൂടെ വായിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ ഇസ്രായേൽ ജനം എന്താണ് ആ വാക്യത്തിൽ നിന്ന് ദൈവം അടുത്ത വഴി ദൈവം അരുളി ചെയ്യുന്നത് അവർ കേൾക്കുവാൻ വേണ്ടി അവരുടെ കാതുകളെ കൂർപ്പിച്ചു. 14-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിങ്ങനെ വായിക്കുന്നു: ഇന്ന് നമ്മോടുകൂടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവരോടും ഇന്ന് ഇവിടെ നമ്മോടുകൂടെ ഇല്ലാത്തവരോടും തന്നെ ഈ സന്ധി വചനങ്ങളൊക്കെയും ഞാൻ ഉടമ്പടികൾ ചെയ്യുന്നു. ഏത് ഉടമ്പടിയാണെന്ന് അറിയാമോ? നിങ്ങൾ ചെയ്യുന്നതൊക്കെ സാധിക്കുന്ന രീതിയിൽ സാധിക്കേണ്ടതിന് വേണ്ടി പ്രമാണിക്കുവാൻ ദൈവം തന്നിരിക്കുന്നതായ ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരോടും ഇന്ന് നമ്മോടുകൂടെ നിൽക്കാത്തവരോടും. അങ്ങനെ ഒരു സമൂഹമുണ്ടോ? യെസ്. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ തൊഴുത്തിൽ പെടാത്ത ആടുകൾ എനിക്ക് വേറെയുണ്ട്, ഞാൻ അവരെ പോറ്റേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസിനോട് പറയാണ്, തിമോഥെയോസേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പെട്ടെന്ന് അപ്പോസ്തലനായ പൗലോസിന് പെട്ടെന്നൊരു കുത്തൽ. അയ്യോ, അത് എനിക്ക് വേണ്ടി മാത്രമാണോ എന്നുള്ള ഒരു ചിന്തയുണ്ടായി. തിമോഥെയോസിനോട് തിരുത്തി പറയുകയാണ്, അല്ല മോനെ, ഒരു കാര്യം നിന്നെ ഞാൻ വിശേഷാൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടി മാത്രമല്ല. പിന്നെയോ, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ആശയോടെ കാത്തിരിക്കുന്ന ഏവർക്കും വേണ്ടി കൊടുക്കുവാൻ ആ കിരീടം വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു കിരീടവുമായി വരുന്ന ദൈവത്തെ അല്ല, കർത്താവിനെ അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാം ചെയ്യുന്ന കാര്യം മാത്രം സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല കർത്താവ് നമ്മെ പരിചയപ്പെടുത്തിയത്. നമ്മോടുകൂടെ ഉള്ളവരും നമ്മോടുകൂടെ ഇല്ലാത്തവരും. ആരാണ് ഈ നമ്മോടുകൂടെ ഇല്ലാത്തവർ? കർത്താവിനെ വിദ്വേഷികളായി, കർത്താവിനെ ഉപദ്രവിച്ചവർ, കർത്താവിനെ പരിഹസിച്ചവർ, നമ്മെ പരിഹസിച്ചവർ, നമ്മെ ഉപദ്രവിച്ചവർ, നമ്മെ നിന്ദിച്ചവർ, അപമാനിച്ചവർ, നമ്മെ ക്രൂശിച്ചവർ, നമ്മെ തഴഞ്ഞവർ, നമ്മെ കൈവിട്ടവർ, നമ്മെ സകല രീതിയിലും ദൂഷണം പറഞ്ഞ് നമുക്കെതിരായി നിന്നവർ, അവരെയും കർത്താവ് സ്നേഹിക്കുന്നു. അവരെ കർത്താവിന് നേടേണ്ടതായിട്ടുണ്ട്. അവരെ നേടണമെങ്കിൽ നാം നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ദൈവജനം സ്വാർത്ഥതയിൽ നിന്ന് രക്ഷ പ്രാപിക്കുമ്പോഴാണ് സൃഷ്ടികൾ ദാസ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു. കാരണം ഇപ്പോൾ അവർ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിൽക്കുകയാണ്. ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള ഒരു വിടുതൽ അവർക്ക് ലഭിക്കണമെങ്കിൽ ദൈവപുത്രന്മാർ വെളിപ്പെടണം. ആ ദൈവപുത്രന്മാരുടെ ഹൃദയത്തിൽ അവരുടെ ഒരു മനസ്സിലാക്കിയ ഒരു വിഷയമുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല ദൈവം നിൽക്കുന്നത്, സകല മനുഷ്യർക്കും, അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവനെ കൈക്കൊണ്ടവർക്ക്, അവന്റെ നാമത്തിൽ അവനോട് അടുത്തു വരുന്നവർക്ക്, ദൈവവുമായിട്ടുള്ള സമീപ്യം ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അവൻ ഈ ഉടമ്പടി ചെയ്യുന്നു. അവരൊക്കെയും ചെയ്യുന്ന കാര്യം സാധ്യമായി തീരണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്തുള്ളവർ, നമ്മോടുകൂടി ആരാധിക്കാത്തവർ, നമ്മുടെ ഉപദേശത്തെ കൈക്കൊള്ളാത്തവർ, നമ്മുടെ പള്ളിയിൽ വരാത്തവർ, നമ്മുടെ ഉപദേശവും അല്ലെങ്കിൽ നമ്മുടെ പാട്ടിനും ഒക്കെ വിരോധമായി കുറ്റം പറയുന്നവർ, അവർക്ക് ദൈവം ഉടമ്പടി ചെയ്യുകയോ അവർ ചെയ്യുന്നതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുകയോ അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷെങ്കിൽ ദൈവം പറയുന്നു, യെസ്, എനിക്ക് അവരെയും നേടേണ്ടതായിട്ടുണ്ട്. ഈ തൊഴുത്തിൽ പെടാത്തവരെയും എനിക്ക് കരുതേണ്ടതായിട്ടുണ്ട്. അവരുടെയും ആഗ്രഹങ്ങളും കൈകളുടെ പ്രവൃത്തിയും എനിക്ക് സാധിപ്പിച്ചു കൊടുക്കുവാനുണ്ട്. ഞാൻ അവർക്ക് ദൈവമായ യഹോവ, ഞാൻ അവർക്ക് പിതാവായിരിക്കുന്നു. അവർ എന്റെ സന്തതി. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ മുഖത്തെ കാണുവാൻ ദൈവം അതിന് തക്കതായ ഒരു പാതകളിൽ കൂടെ ദൈവം അവരെ നടത്തും. എന്നാൽ അവരൊക്കെയും നടത്തണമെങ്കിൽ ഈ ഭൂമി മുഴുവനും ഒരു വ്യത്യസ്തമായ ദൈവപുത്രന്റെ വേഷം, ആ ഭാവം അണിയണമെങ്കിൽ നാം സ്വാർത്ഥതയുടെ അടിമത്തരത്തിൽ നിന്നും രക്ഷ പ്രാപിക്കണം. ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം സ്വാർത്ഥതയുടെ ആത്മാവിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അത് സകലർക്കും, നമുക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും, നമ്മുടെ തലമുറകൾക്കും, നമ്മുടെ വീടുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിനൊക്കെയും അതൊരു വിടുതലായി ദൈവം അത് കടക്കിടും. ഗോഡ് ബ്ലെസ് യു.